കുട്ടികളെ നീന്താൻ പഠിപ്പിക്കണം, നടക്കാൻ പഠിപ്പിക്കണം, ഓടാൻ പഠിപ്പിക്കണം, അത്യാവശ്യം മരം കയറാനും പഠിപ്പിക്കണം. പെട്ടെന്നൊരു ആപത്തൊക്കെ വന്നാൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഉപകരിക്കും. ബി ഹാപ്പി വായോ. ഇത് കണ്ടോ, ആനപ്പിണ്ടാണേ. അപ്പൊ എങ്ങാനും ആന ഓടിച്ച് നമുക്ക് ഇതുപോലെ കയറി രക്ഷപ്പെടാം. ഒരൊറ്റ മിനിറ്റ്. ആന ഓടിക്കുമ്പോൾ ആദ്യം സോക്സ് ഇട്ട് കയറാൻ പറ്റില്ല, ഷൂസ് ഇട്ട് കയറാൻ പറ്റില്ല. ചെരുപ്പ് വരട്ടെ, സോക്സും. പുസ്തകപ്പുറത്ത് വേടാ, കിട്ടുമോ കയറുന്ന? അമ്പോ എൻ്റെ അമ്മേ. അപ്പൊ ആന ഓടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊത്ത അതിൻ്റെ ഉള്ളിലേക്ക്. ആനയൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഇത് മറിക്കുമെന്ന് അറിയില്ല. തൽക്കാലമൊക്കെ ഇവിടെ കയറി നിൽക്കാം കേട്ടോ. ഇങ്ങനെ മരത്തിൻ്റെ മേലേക്ക് കയറി കയറി അങ്ങ് പോകാലോ. ഇതാണ് പേഴ്. കണ്ടോ, പേഴിൻ്റെ കായ ഉണ്ടാവുന്നേ, വലിയ കായ അതാ. ഇവിടെ നിന്നൊക്കെ എന്താ ഭംഗി എന്നറിയോ, ബാണാസുരയുടെ ഭംഗി. പൂസേ ഇപ്പുറത്തേക്ക് വരാം, ഇറങ്ങി വരുന്നെടുത്തോ. അപ്പൊ എങ്ങനെയാ ആന ഓടിച്ച മരത്തെ കയറി രക്ഷപ്പെടേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ ചവിട്ടി കയറുക മേലേക്ക് അങ്ങനെ. ഓക്കെ, അപ്പൊ സമയക്കുറവ് കൊണ്ട് ഇതിൻ്റെ മേലേക്ക് മൊത്തം കയറി ടെക്നിക്ക് കാണിച്ചു തരുന്നില്ല. ഞങ്ങൾക്കിത് ആ കുന്നിൻ്റെ മണ്ടേ കയറണം. ആ കുന്നൊന്ന് കാണിച്ചാൽ പൂസേ. കണ്ടോ, ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ മുന്നിലെത്തി. അപ്പോൾ തിരിച്ച് ഞാൻ ഇറങ്ങുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, കയറാൻ എളുപ്പമാണ്, തിരിച്ച് ഇറങ്ങല് അത്രയും ഈസി അല്ല. പിന്നെ ഇതൊക്കെ ചെതുക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കാല് സ്ലിപ്പായ തീർന്നു. യെസ്. പിന്നെ നല്ല ശീലമാണെന്നൊന്നും പറയുന്നില്ല, എൻ്റെ ഒരു ഹാബിറ്റാണ്. എവിടെ ചെന്നാലും ചെരുപ്പ് ഊരിയിട്ട് നടക്കുക. കുപ്പിച്ചില്ല് കയറും, മുള്ളു കയറും, ഇതൊക്കെ ശരിയാണ്. എന്നാലും ഇങ്ങനെ നടക്കുമ്പോൾ ചില ഫൈബറുകളുണ്ട് നമ്മുടെ കാലിൽ തറഞ്ഞു കയറും. അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, അതിനൊരു ഔഷധ ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദൂരം ഞാൻ ചെരുപ്പില്ലാതെ നടക്കുകയാണ്. പൂസേ